അപ്പൊ നമുക്ക് ഇനി കൊച്ചിയിലേക്കൊന്ന് പോവാം അല്ലെ. മധ്യ കേരളത്തിലെ വാർത്തകളൊക്കെ ഒന്ന് അറിയണം. ശ്രദ്ധിച്ചോളൂ, വാർത്തകൾ നേരിട്ട് കേൾക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോ നമ്മുടെ അഞ്ജലി ശ്രീജിത രാജാണ് മധ്യ കേരളത്തിലെ വാർത്തകളുമായി ചേരുന്നത്. ഗുഡ് മോർണിംഗ് അഞ്ജലി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രോഷ്നി ആൻഡ് വെങ്കിടേഷ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പതിവ് പോലെ വില തട്ടിപ്പിലേക്ക് വരികയാണ്. അപ്പൊ ഈ തട്ടിപ്പ് കേസിൽ അനന്തകൃഷ്ണനായുള്ള കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് നാളെ സമർപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ടല്ലേ. അപ്പോൾ കേസിൽ ക്രൈംബ്രാഞ്ചും പിടിമുറുക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആനന്ദകുമാറിന്റെ പങ്ക് കണ്ടെത്തുക എന്ന് തന്നെയല്ലേ പ്രധാനപ്പെട്ട ലക്ഷ്യം? അത് തീർച്ചയായും രോഷ്നി. അനന്തകൃഷ്ണനായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ചയാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുക. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഈ ആനന്ദകുമാറിൻ്റെ പങ്ക് തന്നെയായിരിക്കും വിശദമായി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുക. കാരണം ആനന്ദകുമാർ ഇതുവരെ പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിയുകയാണ്. ഈ പാതിവില തട്ടിപ്പിൽ തനിക്ക് പങ്കില്ലെന്നായിരുന്നു ആനന്ദകുമാറിൻ്റെ വാദങ്ങൾ. എന്നാൽ ഈ ഒരു നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ അതായത് അതിൻ്റെ സർവാധികാരി എന്നത് ആനന്ദകുമാറാണെന്നും, കാരണം കൂടുതൽ 5 പേരാണ് ഇതിൻ്റെ ഒരു ട്രസ്റ്റിൽ അംഗമായിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ള അധികാരികളുടെ കണക്കിലുള്ളത് ഈ 5 പേരുടെ ലിസ്റ്റാണുള്ളത്. ഈ 5 പേരിൽ അനന്തകൃഷ്ണനുമുണ്ട്. കൂടാതെ ഈ 5 അംഗ സ്ഥാപക അംഗങ്ങളിലാണ് ആനന്ദകൃഷ്ണനും അനന്തകുമാറുള്ളത്. അതായത് ഈ സ്ഥാപക അംഗങ്ങൾ തന്നെ ആയതിനാൽ തന്നെ തട്ടിപ്പിൽ ആനന്ദകുമാറിന് നേരിട്ട് പങ്കുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീഡ് രേഖകളിലാണ് ഈ സ്ഥാപക അംഗങ്ങളെക്കുറിച്ച് പറയുന്നത്. കൂടാതെ ഈ സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റി ചെയർമാനായിട്ടുള്ള ആനന്ദകുമാർ ആണ് ഈ NGO കോൺഫെഡറേഷൻ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനന്തകൃഷ്ണനുമായി പങ്കുവച്ചതെന്നുള്ള വിശദാംശങ്ങളും പുറത്തു വന്നിരുന്നു. കൂടാതെ നിരവധി തവണ ഈ ആനന്ദകുമാറിന് പണം നൽകിയതായിട്ടും ഉള്ള രേഖകളൊക്കെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ക്രൈംബ്രാഞ്ച് ഈ അനന്തകൃഷ്ണൻ്റെ ഈ ഓഫീസുകളിൽ, ഈ പനമ്പൽ നഗറിലെ ഓഫീസുകളിൽ നിന്നും ഇത്തരത്തിലുള്ള രേഖകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഓഫീസുകളിലും ഈ അനന്തകൃഷ്ണൻ്റെ കൂടുതൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടാകും. കൊച്ചിയിൽ തന്നെ അനന്തകൃഷ്ണൻ ഏകദേശം 3-ലധികം ഓഫീസുകളുണ്ട്. അതിൽ ഓരോ ഓഫീസുകളായിട്ട് തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പനമ്പള്ളി നഗറിലെ ഓഫീസ് തന്നെയാണ്. അവിടെ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഈ വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക രേഖകൾ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു തട്ടിപ്പിൽ ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ ഈ ഒരു ട്രസ്റ്റ് സ്ഥാപിച്ചത് തന്നെ ഈ തട്ടിപ്പിന് വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു ഈ തട്ടിപ്പിനായിട്ട് ഈ ഒരു NGO കോൺഫെഡറേഷൻ സ്ഥാപിക്കുന്നത്. അതിനുശേഷം ഏകദേശം 8 മാസമാകുമ്പോഴേക്കും 400 കോടിയിലധികമാണ് ഈ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ ഭാഗമായിട്ട് 2500ഓളം NGOകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത്തരം വിവരങ്ങളാണ് നിലവിൽ ലഭ്യമാകുന്നത്. കൂടാതെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ അപേക്ഷ വാങ്ങുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരും. നിരവധി പരാതികൾ ഉയരുന്നു. പറവൂരിലും ഇന്ന് ഇത്തരത്തിൽ പരാതിക്കാരെല്ലാം ഒത്തുകൂടുന്നുണ്ട്. അഞ്ജലി, മറ്റൊന്ന് ഈ കോട്ടയം നമ്മുടെ റാഗിങ്ങിലെ, അപ്പോൾ ഈ കോളേജ് ഹോസ്റ്റലിൽ മൊഴിയെടുപ്പ് ഇന്നും തുടരുമല്ലേ? പ്രത്യേകിച്ച് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒക്കെ വിശദമായി ഇന്ന് ചോദ്യം ചെയ്തേക്കും അല്ലേ? ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നല്ലോ. അതെ, തീർച്ചയായും വെങ്കിടേഷ്. ഇന്ന് കോളേജിൽ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് കൂടുതൽ പേരെ മൊഴിയെടുക്കും. അതിൽ അധ്യാപകരെയും വിദ്യാർത്ഥികളുടെയും മൊഴി കൂടുതൽ രേഖപ്പെടുത്തും. കൂടാതെ ഈ കോളേജിന് ഗുരുതര വീഴ്ച ഈ റാഗിങ്ങിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന കണ്ടെത്തലാണുള്ളത്. കൂടാതെ ഈ പ്രതികൾക്കൊക്കെ കസ്റ്റഡി അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവർക്ക് അതായത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യൽ, അതായത് അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് വകുപ്പുകൾ ചുമത്തണോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും. കൂടാതെ 5 പ്രതികളുടെയും തുടർ പഠനം തടയാനായിട്ട് കേരള നഴ്സിംഗ് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺ, രാഹുൽ രാജ്, റിജിൽ, വിവേക്, ജീവ എന്നിവരാണ് കേസിലെ പ്രതികളായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ 5 പ്രതികളിലേക്കാണ് പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത്. കൂടാതെ ആവശ്യമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ട്. തുടരട്ടെ, നമുക്ക് വരും മണിക്കൂറുകളിലൊക്കെ അതിന്റെ അപ്ഡേറ്റുകൾ എടുക്കാം. അഞ്ജലി, പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഉള്ളിലെ പ്രശ്നം അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ഇപ്പോൾ സംഘടനയുടെ നീക്കം അല്ലേ? ഈ വിയോജിപ്പുള്ളവരെ നേരിൽ കണ്ട് സംസാരിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെ നടക്കുന്നുണ്ടോ?
അതെ, ഉണ്ട് രോഷ്നി. ആ രീതിയിൽ, അതായത് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ശ്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ പറഞ്ഞ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവരെ നേരിൽ കണ്ട് പ്രശ്നം അവസാനിപ്പിക്കാനും തർക്കം പരിഹരിക്കാനും ഒക്കെയാണ് ഈ അസോസിയേഷൻ ശ്രമിക്കുന്നത്. കൂടാതെ നിർമ്മാതാക്കളായിട്ടുള്ള ആന്റണി പെരുമ്പാവൂരിനെയും രാജു മല്യത്തിനെയും സംഘടന ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. മോഹൻലാലിനെ പോലെയുള്ളവർ ആന്റണി പെരുമ്പാവൂരിന്റെ അഭിപ്രായത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയതോടെയാണ് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഒരു തീരുമാനം. ഈ ഉന്നയിച്ച പരസ്പര ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ അവിടെ നിൽക്കുകയാണ്. ഒന്നും മുതൽ ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ള വിവരം കൂടിയാണ് അഞ്ജലി പങ്കുവച്ചത്.